നെക്സ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് പൊസിഷനിൽ സ്യൂട്ടബിളായിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുക. സ്റ്റാഫിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ് ആൻഡ് എക്യുപ്പിംഗ് ദി പീപ്പിൾ. റിക്രൂട്ട് ചെയ്യുക, അവരെ റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് ആളുകളെ ഈ ഒരു ഓർഗനൈസേഷനകത്തേക്ക് ജോലി ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവരിക. ആൻഡ് എക്യുപ്പിംഗ് ദി പീപ്പിൾ ടു ഹാൻഡിൽ വേരിയസ് പൊസിഷൻ. എക്യുപ്പിംഗ്, അവരെ എക്യുപ്പ് ചെയ്യിക്കുകയാണ്, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ആ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി എക്യുപ്പ് ചെയ്യിക്കുക. ടു ഹാൻഡിൽ വേരിയസ് പൊസിഷൻസ് ആൻഡ് പെർഫോം ദി അസൈൻഡ് ടാസ്ക് ഇൻ ലൈൻ വിത്ത് ദി സ്ട്രക്ചർ ആൻഡ് ദി ഓവറോൾ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളെ, വർക്കേഴ്സായിട്ടുള്ള ആളുകളെ, പേഴ്സണൽസിനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ മാനേജീരിയൽ ഫംഗ്ഷൻ വിച്ച് ഇൻവോൾവ്സ് മാനേജിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി പേഴ്സണൽ ടു ഫിൽ ദ റോൾ അസൈൻ ടു ദി എംപ്ലോയേഴ്സ് ഓർ വർക്ക് ഫോഴ്സ്. ഇതിൻ്റെ ഒരു ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. സ്റ്റാഫിങ്ങിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻവോൾവ് ഇൻ ഐഡൻറ്റിഫയിങ്, അസസ്സിങ്, പ്ലേസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തിൽ ഏത് ജോലിക്കാണോ ആളുകളെ വേണ്ടത്, അത്തരം ആളുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് എവിടെ നിന്നാണ് ഇത്തരം ആളുകളെ നമുക്ക് ലഭ്യമാവുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ ജില്ലക്കകത്ത് നിന്നും ആളുകളെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും ആളുകളെ, എഫിഷ്യൻ്റായിട്ടുള്ള ആളുകളെ കിട്ടുമോ നോക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്ത് നിന്നോ അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്നോ തന്നെ അല്ലെങ്കിൽ ലോകത്ത് നിന്നോ തന്നെ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ അസസ് ചെയ്യുന്നു, അവരെ കൃത്യമായിട്ട് അനാലിസിസിന് വിധേയമാക്കുന്നു, അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും മറ്റുള്ള ഘടകങ്ങളൊക്കെ അസസ് ചെയ്യുന്നു, അവരെ പ്ലേസ് ചെയ്യുന്നു, അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരെ ഡയറക്റ്റ് ചെയ്യുന്നു അറ്റ് വർക്ക് പ്ലേസ്, ആ സ്ഥാപനത്തിനകത്ത് നിന്നുകൊണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുക. സ്റ്റാഫിങ്ങിന് 2-3 ഫങ്ഷൻസ് ആണ് സ്റ്റാഫിങ്ങിലുള്ളത്. ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫിംഗ്: ഫസ്റ്റ് വൺ മാൻ പവർ പ്ലാനിങ്, സെക്കൻഡ് വൺ റിക്രൂട്ട്മെൻറ്റ്, തേർഡ് വൺ സെലക്ഷൻ, ഫോർത്ത് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. അതിൽ ഈ ഒരു 5 ഫംഗ്ഷനിലൂടെയാണ് നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ്സ് നടക്കുന്നത്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഇതൊക്കെയാണ്. സ്റ്റാഫിനെ കണ്ടെത്തുന്നത് ഈ രൂപത്തിലൊക്കെയാണ്. സ്റ്റാഫിങ്ങിൻ്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഇനി അതിൽ ഓരോന്നിനെയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പരിശോധിച്ച് പോകേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ മാൻ പവർ പ്ലാനിങ്. Planning of manpower resource is a major managerial responsibility to ensure adequate supply of personnel at the right time, both in terms of their quality, quantity and aptitude. Manpower planning, which is also called HR planning, consists of the putting right number of people at the right place, right time, doing the right things for which they are suited for the achievement of ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് റൈറ്റ് പേഴ്സണിനെ റൈറ്റ് ടൈമിൽ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. മാൻ പവർ പ്ലാനിങ് ഈസ് ക്യാരിഡ് ഔട്ട് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്. ആ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ് നടത്തുന്നത്? ഫസ്റ്റ് വൺ, അനലൈസിങ് ദ കറൻറ്റ് മാൻ പവർ ഇൻവെൻറ്ററി. നമ്മൾ എത്രയാണ് നമ്മുടെ സ്ഥാപനത്തിന് എത്രത്തോളം ആളുകൾ, ഏതൊക്കെ പൊസിഷനിലുള്ള എത്രത്തോളം ആളുകൾ നമ്മുടെ സ്ഥാപനത്തിന് വേണമെന്നുള്ളത് ആദ്യം തന്നെ അനലൈസ് ചെയ്യുന്നു. ദെൻ മാർക്കറ്റിംഗ് ഫ്യൂച്ചർ മാൻ പവർ നീഡ് ഫോർകാസ്റ്റ്. ഫോർകാസ്റ്റ്, ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാൻ പവറിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം ആളുകൾ ഈ സ്ഥാപനത്തിൽ വേണ്ടി വരുമെന്നുള്ളത് മുൻകൂട്ടി നമ്മൾ കാണുന്നു. ദെൻ ഡെവലപ്പിംഗ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നു. ആളുകളെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ആപ്റ്റ് കാൻഡിഡേറ്റ് ആൻഡ് ഇൻഡ്യൂസിങ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിനകത്തുള്ള
തൊഴിലവസരങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് ആ സ്ഥാപനം പുറത്തു വിട്ട് കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ റിക്രൂട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെർച്ചിങ് ഫോർ ദി പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ് എന്നൊക്കെയാണ് പറയുക. റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ ദി പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എഡ്വിൻ ബി ഫ്ലിപ്പോ എന്നിട്ടുള്ള ആൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അവരെ ഈ ഒരു പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ നമ്മൾ സെർച്ച് ചെയ്യുകയും ആ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ കൊണ്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അവരെ അത് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക, അവരെ അതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. The term recruitment applies to the process of attracting potential employees of the company. ഈ ഒരു സ്ഥാപനത്തിലുള്ള ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ജോലിയാണ് റിക്രൂട്ട്മെൻറ്റിലൂടെ ചെയ്യുന്നത്. റിക്രൂട്ട്മെൻറ്റിൻ്റെ പല സോഴ്സിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്: എക്സ്റ്റേണൽ സോഴ്സസ് ആൻഡ് ഇൻറ്റേർണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സ് എന്നാണ് അഡ്വർടൈസ്മെൻറ്റിലൂടെയും എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ്, പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ഏജൻസീസും പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ് ഏജൻസീസും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ഡെപ്യൂട്ടേഷനിലൂടെ വേറെ മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഈ സ്ഥാപനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ വഴി ആളുകളെ എത്തിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ലേബർ യൂണിയൻസിലൂടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് ഹയറിങ്, ഗേറ്റിൽ നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഇവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്ന സംവിധാനമാണ്. അതുപോലെ തന്നെ അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ്. അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥാപനത്തിൽ ഈ ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറയാതെ തന്നെ പല ആളുകളും അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുക. അതുപോലെ തന്നെ ജോബേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, ജോബേഴ്സും കോൺട്രാക്ടേഴ്സും ആയിട്ടുള്ള ഏജൻസീസ് വാക്കിൻ ഇൻ്റർവ്യൂ നടത്താറുണ്ട്. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ്. അടുത്താണ് ഇൻറ്റേർണൽ സോഴ്സസ്. ഇൻറ്റേർണൽ സോഴ്സസിൽ ട്രാൻസ്ഫർ, ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് ആളുകളെ മാറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ. സിമിലർ ആയിട്ടുള്ള പൊസിഷനിൽ നിന്നായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അതായത് ഒരേ കാറ്റഗറി ജോലിയിൽ നിന്നും മാറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുക. മറ്റൊന്ന് പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പൊസിഷനിലേക്ക് ആളുകളെ അപ്പോയിൻ്റ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ താഴേക്കിടയിൽ നിന്നും മേലേക്കിടയിലേക്കുള്ള ഒരു സ്ഥാനക്കയറ്റത്തെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുക. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ്റെ ഓപ്പോസിറ്റാണ്. മേലേക്കിടയിൽ നിന്നും താഴേക്കിടയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഡിമോഷൻ എന്ന് പറയുക. നെക്സ്റ്റ് വണ്ണാണ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞു, അടുത്തത് സെലക്ഷൻ. സെലക്ഷൻ ഈസ് ദ പ്രോസസ് അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു സെലക്ട് ആഡിക്വേറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ആർ ഫിറ്റ് ഫോർ ദി ജോബ്. നമ്മൾ ആളുകളെ നിയമിക്കുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുക. ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിറ്റായിട്ടുള്ള ആളുകളെ, സ്യൂട്ടബിളായിട്ടുള്ള ആളുകളെ ആ ഒരു ജോലിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുക. സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട്സ് വിത്ത് എൻഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ സെലക്ഷൻ എന്നുള്ള പ്രോസസ്സ് തുടങ്ങുന്നു എന്നുള്ളതാണ്. റിക്രൂട്ട്മെൻറ്റിലൂടെ നമ്മൾ എന്താണ് പറയുന്നത്? സെർച്ചിങ് ഫോർ ദി പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. നമ്മുടെ സ്ഥാപനത്തിന് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ സെർച്ച് ചെയ്യുന്നു. ആ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയ ആളുകളെ കൊണ്ട് ഈ സ്ഥാപനത്തിലുള്ള ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ ചെയ്യുന്നത്. എന്നാൽ അതിന് ശേഷമുള്ള പ്രൊസീജിയറാണ് ഈ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. Since it is a process of rejecting the application of a candidate who is not suitable for the job, selection is described as negative process. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രോസസ്സാണ്. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിജക്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ എന്നാണ്. ഈ PSC പരീക്ഷ നടത്തുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നതിലപ്പുറത്തേക്കായിട്ട് ഈ ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കുക എന്നുള്ള പ്രൊസീജിയറും കൂടിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു നെഗറ്റീവ് പ്രോസസ്സായിട്ടാണ് സെലക്ഷനെ നമ്മൾ കാണുന്നത്. മറ്റൊന്ന് ട്രെയിനിങ് റെഫേഴ്സ് ടു എ പ്രോഗ്രാം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എംപ്ലോയീസ് ടു പെർഫോം ദ ജോബ് എഫക്റ്റീവ്ലി ത്രൂ അക്വയറിംഗ് ഇൻക്രീസ്ഡ് നോളജ് ആൻഡ് സ്കിൽസ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ നമ്മൾ
കൊടുക്കുന്ന ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ നോളജ്, പ്രാക്ടിക്കൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ പ്രാക്ടിക്കൽ നോളജ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രാക്ടിക്കൽ നോളജും സ്കില്ലും ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ അയാൾ ഡിഫൈൻ ചെയ്യുന്നത് ട്രെയിനിങ് ഈസ് എ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദി നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റാണ്, ഒരു ആക്ടിവിറ്റിയാണ്. ഫോർ ഇൻക്രീസിങ് ദി നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. എംപ്ലോയീസിൻ്റെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്, ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ് വർദ്ധിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ വരാറുണ്ട്: ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ് എന്നാൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ, ജോലിയുടെ കൂടെ തന്നെ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുക. ഇറ്റ് റെഫേഴ്സ് ടു ദ ലേണിംഗ് വൈൽ ആക്ച്വലി പെർഫോമിങ് എ പർട്ടിക്കുലർ വർക്ക് ഓർ ജോബ്. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഓൺ സ്പെസിഫിക് ജോബ് ട്രെയിനിങ്ങിലൂടെയാവും, റൊട്ടേഷൻ ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ ജോബ് റൊട്ടേഷനിലൂടെ ആവാം, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോജക്റ്റിലൂടെ ആവാം, അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലൂടെയൊക്കെ ഈ ഒരു ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇനി ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും നടത്താറുണ്ട്. ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള ട്രെയിനിങ് സ്കൂളുകൾ വഴിയൊക്കെ നടത്തുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുക. അണ്ടർ ദിസ് മെത്തേഡ് എ ട്രെയിനി ഈസ് റിമൂവ്ഡ് ഫ്രം ഹിസ് നോർമൽ വർക്കിംഗ് പ്ലേസ്. അയാൾ നോർമൽ വർക്കിംഗ് പ്ലേസിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇയാൾ ഒരു ന്യൂലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആ നോർമൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ആഡിക്കേറ്റ് ആയിട്ടുള്ള നോളജ് അക്യൂർ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുക. അണ്ടർ ദിസ് മെത്തേഡ് എ ട്രെയിനി ഈസ് റിമൂവ്ഡ് ഫ്രം ഹിസ് നോർമൽ വർക്കിംഗ് പ്ലേസ് ആൻഡ് സ്പെൻസ് ഹിസ് ഫുൾ ടൈം ഫോർ ട്രെയിനിങ് പർപ്പസ് ഇൻ എനി അതർ പ്ലേസ്. മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, ഈ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ നേടി വരുന്നതിനെയാണ് നമ്മൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയാം. സ്പെഷ്യൽ കോഴ്സസും ലെക്ചേഴ്സുമായിട്ടുണ്ടാവാം, കോൺഫറൻസുകളിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടാം, കേസ് സ്റ്റഡി നടത്തിക്കൊണ്ട് കിട്ടാം, റോൾ പ്ലേയിങ് നടത്തിക്കൊണ്ട് കിട്ടാം, മാനേജ്മെൻറ്റ് ഗെയിംസ് നടത്തിക്കൊണ്ട് കിട്ടാം. ഇങ്ങനെയൊക്കെ ആവശ്യമായിട്ടുള്ള നോളജ് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഡയറക്ഷൻ മീൻസ് പ്രൊവൈഡിങ് ഗൈഡൻസ് ടു വർക്കേഴ്സ്. നമ്മൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിൽ ആദ്യം തന്നെ നമ്മൾ പ്ലാനിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ളതും ഗോളുകളുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. പിന്നീട് ഈ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓർഗനൈസിങ് ആണ്. നമ്മൾ ഈ സ്റ്റാഫിങ്, ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ജോബ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഓരോ പൊസിഷനിലും ജോബ് ചെയ്യാൻ ആ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ജോലിയാണ് ഓർഗനൈസിങ്ങിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഫിനാൻസ് മാനേജറുടെ ഒരു ജോലി, ആ ഫിനാൻസ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ അവിടെ ആ സ്ഥാപനത്തിൽ ഉണ്ടാവണം. ആ പൊസിഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുക. അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു 500 ആളുകളെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോരുത്തരോട് പറയുകയാണ് നിങ്ങൾ ഈ ജോലി ചെയ്യണം. അങ്ങനെ 500 ആളുകളോടും ഓരോരുത്തർ ജോലി ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു സ്ഥിതിയല്ല ഇതൊരു സ്ഥാപനത്തിനുള്ളത്. പകരം ഒരു ഫിനാൻസ് മാനേജർ, ഒരു മാർക്കറ്റിംഗ് മാനേജർ, ഒരു പേഴ്സണൽ മാനേജർ, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ, ഇങ്ങനെ ഓരോരോ പൊസിഷൻ ഉണ്ടായിരിക്കും അവിടെ. ആ പൊസിഷനിലുള്ള ആളുകൾക്കൊക്കെ ഓരോ തരത്തിലേക്കുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസുമാണ് വേണ്ടി വരിക. അങ്ങനെയെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയാണ് അവിടെ നടക്കുന്നത്. അതാണ് സ്റ്റാഫിംഗ്. ഇനി ഇവിടെയൊക്കെ ആ പൊസിഷനിൽ ഓർഗനൈസിങ്ങിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പൊസിഷനിലും ആളുകളെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
പിന്നീട് വരുന്നതാണ് അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ഡയറക്ഷൻ ഓർ ഗൈഡൻസ് ടു വർക്കേഴ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയാം. ഡയറക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഒരുമിപ്പിച്ച് ചേർക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുക. സോ ആസ് ടു ഒബ്റ്റെയിൻ ദെയർ ലിവിങ് കോപ്പറേഷൻ ടുവേർഡ്സ് മീറ്റിംഗ് ദ പ്രീഡിറ്റർമൈൻഡ് ഗോൾസ്. പ്രീഡിറ്റർമൈൻഡ് ഗോൾസ് അറ്റൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുക. Directing consists of the process and techniques utilized in issuing instructions and making certain that operations are carried on originally planned. നമ്മൾ കൃത്യമായിട്ട് ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ എംപ്ലോയീസിന് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എപ്പോഴാണ് ജോലി ചെയ്യേണ്ടത്, ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ജോലി ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കണം, ഡയറക്ഷൻ ഇതും ഒക്കെ നോക്കണം. ഇനി മറ്റൊരു ഏരിയയാണ് മോട്ടിവേഷൻ. ഡയറക്ഷൻ്റെ 3 എലിമെൻസുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒരു 4 എലിമെൻസുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ആദ്യം തന്നെയാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസിന് ജോലി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാലറി കൊടുക്കേണ്ടി വരും, വേജസ് കൊടുക്കേണ്ടി വരും, അവർക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ള വർക്കിംഗ് കണ്ടീഷൻസ് നല്ലത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടി വരും, സബ്സിഡൈസ്ഡ് ഫുഡുകൾ കൊടുക്കേണ്ടി വരും, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് കൊടുക്കേണ്ടി വരും. ഈ കുട്ടികളുള്ള രക്ഷിതാക്കളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രഷുകളും അല്ലെങ്കിൽ താമസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ഒരു സ്ഥാപനത്തിനകത്തുള്ള എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയാം. മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ചാനലിംഗ് എ പേഴ്സൺസ് ഇന്നർ ഡ്രൈവ്സ് സോ ദാറ്റ് ഹി വാണ്ട്സ് ടു അക്കംപ്ലിഷ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൻ്റെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മനുഷ്യനെ അത് ചെയ്യിപ്പിക്കാൻ, ആ ജോലി സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടിവേഷൻ കൺസേൺസ് ഇറ്റ് സെൽഫ് വിത്ത് ദി വിൽ ടു വർക്ക്. ഇറ്റ് സീക്സ് ടു നോ ദ ഇൻസെൻറ്റീവ് ഫോർ ദി വർക്ക് ആൻഡ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ വേയ്സ് ആൻഡ് മീൻസ് വെയർ ബൈ ദെയർ റിയലൈസേഷൻ ക്യാൻ ബി ഹെൽപ്ഡ് ആൻഡ് എൻകറേജ്ഡ്. ഇനി ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുക. മോട്ടിവേഷൻ്റെ ഡെഫിനിഷൻ അല്ല, മോട്ടിവേഷൻ്റെ ഒരു ഡിറൈവ് ചെയ്യാം, എവിടെ നിന്നാണ് വന്നത്, മോട്ടിവേഷൻ എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ്. മോട്ടിവേഷൻ ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് ടു മൂവ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ് ഇത് വന്നത്. ഹ്യൂമൻ മോട്ടീവ്സ് ആർ ഇൻറ്റേർണലൈസ്ഡ് ഗോൾസ് വിത്തിൻ ഇൻഡിവിജ്വൽസ്. മോട്ടിവേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് ഫോഴ്സസ് ദാറ്റ് കോസ് പീപ്പിൾ ടു ബിഹേവ് ഇൻ സർട്ടൻ വേയ്സ്. എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരായിട്ടുള്ള ആളുകളെ, എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിന് നല്ല രൂപത്തിൽ ജോലി ചെയ്യണമെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു താല്പര്യം ഉടലെടുത്ത് വരണം. ആ താല്പര്യം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയാം. ലൂയിസ് അലൻ ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക. മോട്ടിവേഷൻ ഈസ് ദ വർക്ക് ഓഫ് എ മാനേജർ. ഒരു മാനേജറുടെ വർക്കാണ് ടു വർക്ക് ഓഫ് എ മാനേജർ പെർഫോം ടു ഇൻസ്പയർ ചെയ്യുക, ആളുകളെ ഇൻസ്പയർ ചെയ്യുക, എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അവരെ ഇമ്പൽ ചെയ്യുക, ടു ടേക്ക് റിക്വയർഡ് ആക്ഷൻ. ആ പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇൻസ്പിരേഷനും ഒരു എൻകറേജ്മെൻറ്റും ഒക്കെ ഈ എംപ്ലോയീസിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. ഇൻ ദി വേർഡ്സ് ഓഫ് വില്യം ജി സ്കോട്ട്, മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസയേർഡ് ഗോൾസ്. സ്റ്റിമുലേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാൻ എംപ്ലോയീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടിവേഷൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുക. മോട്ടിവേഷൻ ഈസ് ആൻ ഇൻറ്റേർണൽ ഫീലിംഗ്. ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് ആണ് മോട്ടിവേഷൻ.
ഇൻറ്റേർണൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ മനസ്സിനകത്ത് നിന്നാണ് ഉടലെടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് നമ്മുടെ ഒരു എംപ്ലോയി ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്ക് വളരെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യുമെന്നുള്ളതാണ്. മോട്ടിവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ വിച്ച് ഈസ് ഫോഴ്സ് within an individual that drive him to behave in a certain way. Second one, motivation produces goal directed behavior. മോട്ടിവേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഉൽപ്പാദിപ്പിക്കുകയാണ് ഗോൾ ഡിറക്റ്റഡ് ബിഹേവിയർ. ഗോൾ ഡിറക്റ്റഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവിലേക്ക് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ബിഹേവിയർ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് മോട്ടിവേഷനിലൂടെ സംഭവിക്കുന്നത്. മറ്റൊന്ന്, മോട്ടിവേഷൻ ഈസ് റിലേറ്റഡ് ടു നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളാണ് മോട്ടിവേഷനായിട്ട് വരുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് മോട്ടിവേഷൻ നമുക്കുണ്ടാവുന്നത്. മറ്റൊന്ന്, മോട്ടിവേഷൻ ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. മോട്ടിവേഷൻ നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് മോട്ടിവേഷൻ ഈസ് ജനറലി ബേസ്ഡ് ഓൺ റിവാർഡ്സ്. റിവാർഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു മോട്ടിവേഷനെ നമ്മൾ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും പറയുന്നത്. നെഗറ്റീവ് ഓർ ഫിയർ മോട്ടിവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫോഴ്സ് ആൻഡ് ഫിയർ. മറ്റൊന്ന്, മോട്ടിവേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമുക്കറിയാൻ പറ്റും ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഇവരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് സ്ഥാപനം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. മോട്ടിവേഷൻ ഈസ് ഡൈനാമിക് ആണ് മോട്ടിവേഷൻ, ചേഞ്ചബിൾ ആണ് എന്നൊക്കെ ആണ് പറയുന്നത്. ഇനി തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ 1-2 തിയറീസ്, 4 തിയറി ഇവിടെ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് വണ്ണാണ് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി. ഹെർസ്ബർഗ് 2 ഫാക്ടർ തിയറി. അതുപോലെ തന്നെ മറ്റൊരു തിയറിയാണ് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞാൽ. ആദ്യം തന്നെ ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയെക്കുറിച്ച് നമുക്ക് പറയാം. ഹെർസ്ബർഗ് പറയുന്നത് 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഹെർസ്ബർഗ് ഇവിടെ പറയുന്നത്. ഒന്ന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നും മറ്റൊന്ന് ഹൈജീൻ ഫാക്ടേഴ്സ് എന്നുള്ള 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇവിടെ ഹെർസ്ബർഗ് പറയുന്നത്. അതിൽ ആ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നും ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്നും പറയാറുണ്ട്. അതിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ഫാക്ടേഴ്സ് ആർ റിലേറ്റഡ് വിത്ത് ജോബ് ഡയറക്റ്റ്ലി. ചില ഫാക്ടേഴ്സ് ഈ ജോബുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദെയർ പ്രസൻസ് ക്രിയേറ്റ് എ ഹൈലി മോട്ടിവേറ്റിംഗ് സിറ്റുവേഷൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വലിയ രൂപത്തിൽ മോട്ടിവേറ്റഡ് ആവും. 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയിൽ ഹെർസ്ബർഗ് പറയുന്നത് 2 തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2 കാര്യങ്ങൾ, അത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നും ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്നുള്ള 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസൻസ്, ഈ താഴെ പറയുന്ന കുറച്ച് പോയിൻ്റുകളുണ്ട്. ആ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പോയിൻ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹൈലി മോട്ടിവേറ്റഡ് ആവും. ബട്ട് ഇറ്റ്സ് ആബ്സെൻസ് ഡസ് നോട്ട് കോസ് ഡിസാറ്റിസ്ഫാക്ഷൻ. പക്ഷേ ഇത് കിട്ടിയില്ല എന്ന് കരുതിക്കൊണ്ട് ഇവർ ഡിസാറ്റിസ്ഫൈഡ് ഒന്നും ആവുന്നില്ല എന്നുള്ളതാണ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഹൈലി മോട്ടിവേറ്റഡ് ആവും ആളുകൾ, പക്ഷേ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത. അതിൽ 5-6 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് അച്ചീവ്മെൻറ്റ്, നേട്ടം. ആ നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നു, ഒരു നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ നേട്ടം കിട്ടുന്ന സമയത്ത് നമ്മൾ വലിയ തരത്തിലേക്ക് മോട്ടിവേറ്റഡ് ആവും എംപ്ലോയീസ്. പക്ഷേ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് നമ്മുടെ പരിമിതികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി അവരത് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ റിക്കഗ്നിഷൻ, അംഗീകാരം, അഡ്വാൻസ്മെൻറ്റ്, ഒരു മുന്നേറ്റം, വർക്ക് ഇറ്റ്സെൽഫ്, ദ പോസിബിലിറ്റി ഓഫ് പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി. ഇത്രയും 6 കാര്യങ്ങൾ മോട്ടിവേഷണൽ ഫാക്ടേഴ്സാണ് ആയിട്ടാണ് ഹെർസ്ബർഗ് പറയുന്നത്. കാരണം ഈ 6 ഫാക്ടേഴ്സും നമുക്ക്
കിട്ടിക്കഴിഞ്ഞാൽ അത് ഹൈലി സാറ്റിസ്ഫൈഡ് ആവുന്നു, കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു പോലും ഇല്ല. ഇനി മറ്റൊരു ഫാക്ടറാണ് ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുക. ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്, ഇത് ദ പ്രസൻസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഡു നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി മോട്ടിവേറ്റ്. ഈ ഒരു ഫാക്ടേഴ്സ്, താഴെ പറയുന്ന ഈ ഹൈജീൻ അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആക്കുന്ന ഒന്നല്ല. താഴെ പറയുന്ന ഒരു 9-10 പോയിൻറ്റുകളുണ്ട്. ഈ 10 പോയിൻറ്റുകൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കുന്ന ഒന്നല്ല. പകരം ദ ആബ്സെൻസ് ഓഫ് സച്ച് ഫാക്ടേഴ്സ് കോസ് സീരിയസ് ഡിസാറ്റിസ്ഫാക്ഷൻ. അവിടെ അതില്ല എങ്കിൽ വലിയ തരത്തിലേക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിൻ്റെ ഇടയിൽ വരും. അത്തരം ചില ഫാക്ടേഴ്സ് നോക്കാം. കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കമ്പനീസിൻ്റെ പോളിസീസും അഡ്മിനിസ്ട്രേഷനും ഇല്ലാതിരിക്കുക, അത് ആകെ അലങ്കോലപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പോളിസീസും അഡ്മിനിസ്ട്രേഷനും ഇന്നില്ലെങ്കിൽ ഈ എംപ്ലോയീസ് അവർക്ക് തോന്നിയ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നു, അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. ആ കമ്പനി പോളിസീസും അഡ്മിനിസ്ട്രേഷനും അവിടെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അവർ മോട്ടിവേറ്റഡ് ആവുന്നില്ല. അതുപോലെ തന്നെ ടെക്നിക്കൽ സൂപ്പർവിഷൻ, പേഴ്സണൽ റിലേഷൻ വിത്ത് സൂപ്പർവൈസർ, പേഴ്സണൽ റിലേഷൻ വിത്ത് കൊളീഗ്സ്, പേഴ്സണൽ റിലേഷൻ വിത്ത് സബോർഡിനേറ്റ്സ്, സാലറി, ജോബ് സെക്യൂരിറ്റി, പേഴ്സണൽ ലൈഫ്, വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ്. ഇത്രയും കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ 10 കാര്യങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ സാധാരണഗതി സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അവകാശമാണ്. അത് കിട്ടുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ഒന്നും ആവുന്നില്ല. നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ജോലി ചെയ്തിട്ടാണ് നമ്മുടെ സാലറി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് അതിനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. പക്ഷെ അത് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഹൈലി ഡിസാറ്റിസ്ഫാക്ഷൻ. നമ്മൾ 6 മാസമായിട്ട് നമുക്ക് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല. അത് വലിയ തരത്തിലേക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയിൽ പറയുന്നതാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഹൈജീൻ ഫാക്ടേഴ്സിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി തിയറീസ് ഒന്നും അത്ര പ്രധാനപ്പെട്ടതല്ല, നിങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ടെങ്കിലും അത് നോക്കി. മാസ്ലോയുടെ നീഡ്, അബ്രഹാം എച്ച് മാസ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റാണ്. അയാൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിനേഷനിൽ എന്തായാലും ചോദിക്കുന്നതായിട്ടുള്ള ഒരു ഏരിയയാണ് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി. എബ്രഹാം ഹറോൾഡ് മാസ്ലോ, an eminent US psychologist, gave an general theory of motivation known as need hierarchy theory in 1943. According to him, there seems to be a hierarchy into which human needs are arranged. നമ്മൾ ഹ്യൂമൻ നീഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഹ്യൂമൻ നീഡ്സിനെ അറേഞ്ച് ചെയ്യാണ്. ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച് പോവുകയാണ് ഇവിടെ മാസ്ലോ പറയുന്നത്. അത്തരം ഒരു തിയറിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ മനുഷ്യരെല്ലാം അത്യാഗ്രഹികളാണെന്ന് പറയാറുണ്ട്. എത്ര കിട്ടിക്കഴിഞ്ഞാലും അതൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ വരാറില്ല. എങ്കിലും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ചില ആളുകൾക്കെങ്കിലും അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നമ്മൾ 5 തരത്തിലുള്ള ആവശ്യങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഫിസിയോളജിക്കൽ നീഡ്സ് ആയിരിക്കും അയാൾക്ക് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരിക. ഒന്നുമില്ലാത്ത ഒരാൾ, അയാൾക്ക് ഹങ്കർ ഉണ്ടായിരിക്കും, തേഴ്സ്റ്റ് ഉണ്ടായിരിക്കും, ഷെൽട്ടർ വേണ്ടി വരും, സെക്സ് വേണം, അതുപോലെ തന്നെ അതർ ബോഡിലി നീഡ്സൊക്കെ വേണ്ടി വരും. അതാണ് ആദ്യം വേണ്ടത്. നീഡ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ, അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ദീസ് നീഡ്സ് ആർ റിലേറ്റഡ് ടു സർവൈവൽ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ എന്താണോ ആവശ്യമായിട്ട് വരുന്നത് അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ആ നീഡ്സാണ് ഒരു മനുഷ്യന് ആദ്യമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് എബ്രഹാം എച്ച് മാസ്ലോ പറയുന്നത്. ആ നീഡ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ, കഴിക്കാൻ ഭക്ഷണവും താമസിക്കാനുള്ളൊരു സ്ഥലവും, ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് വേണ്ടത്. അത് ഇല്ലാത്തൊരാൾ, അയാൾക്ക് ഒരു കാറ് വേണമെന്നോ അയാൾക്കൊരു ആഡംബര വീട് വേണമെന്നോ എന്നൊന്നും അയാൾക്ക് ആവശ്യമുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് ചിന്ത ഉണ്ടാവില്ല. പകരം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും താമസിക്കാൻ സ്ഥലവും ആണ് ബേസിക്കായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടത്. അതാണ് എബ്രഹാം എച്ച് മാസ്ലോ അയാളുടെ ആദ്യത്തെ നീഡിൽ പറയുന്നത്.
പിന്നെ രണ്ടാമത്തെ ഒരു നീഡാണ് പറയുന്നത് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, സുരക്ഷിതത്വം കിട്ടുക എന്നുള്ളത്. സമൂഹത്തിൽ സുരക്ഷിതത്വം കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു നീഡായിട്ട് പറയുന്നത്. ദീസ് കൺസിസ്റ്റ് ഓഫ് ദി ഫിസിക്കൽ സേഫ്റ്റി എഗെയിൻസ്റ്റ് മർഡർ, ഫയർ ആക്സിഡൻറ്റ്, സെക്യൂരിറ്റി എഗെയിൻസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്. അത് സമൂഹത്തിൽ സുരക്ഷിതമായിട്ട് സെക്യൂറായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം, അതാണ് അയാൾ രണ്ടാമതായിട്ട് മാസ്ലോ പറയുന്നത്. എംപ്ലോയീസിന് ആവശ്യമായിട്ട് സെക്കൻഡ് നീഡായിട്ട് പറയുന്നത് സുരക്ഷിതത്വം, അൺഎംപ്ലോയ്മെൻറ്റിൽ നിന്നും സുരക്ഷിതത്വം. അത് തൊഴിലില്ലായ്മ എന്നുള്ള ഒരു സംഭവം ഇല്ലാതിരിക്കുക, തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുക, അതുപോലെ തന്നെ ഈ ഫയർ ആക്സിഡൻറ്റിൽ നിന്നും മർഡറിൽ നിന്നും മറ്റ് തരത്തിലുള്ള സോഷ്യൽ ക്രൈമിൽ നിന്നും രക്ഷ നേടുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അയാളുടെ രണ്ടാമത്തെ നീഡായിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു നീഡായിട്ട് പറയുന്നത് സോഷ്യൽ ഓർ ലവ് നീഡ്സ് എന്നാണ് പറയും. സോഷ്യൽ ഓർ ലവ് നീഡ്സ്, ദീസ് നീഡ്സ് ആർ ആൾസോ കാൾഡ് അഫിലിയേഷൻ നീഡ്സ്. അഫിലിയേഷൻ, നമ്മൾ അംഗീകരിക്കപ്പെടുക, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കൊരു അംഗീകാരം കിട്ടുക, ലവ്, അഫെക്ഷൻ, ബിലോങ്ങിങ് ഓർ അസോസിയേഷൻ വിത്ത് ഫാമിലി, ഫ്രണ്ട്സ്, അതർ സോഷ്യൽ ഗ്രൂപ്പ്, ഫ്രണ്ട്സും മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. അതാണ് അയാളുടെ മറ്റൊരാവശ്യമായിട്ട്. ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അയാൾ സേഫ്റ്റി നീഡ്സിലേക്ക് വരും. സേഫ്റ്റി നീഡ്സും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സോഷ്യൽ നീഡ്സിലേക്കും വരും. സോഷ്യൽ നീഡ്സും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എസ്റ്റീം നീഡ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ദ എസ്റ്റീം നീഡ്സ് ആർ കൺസേൺഡ് വിത്ത് സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കോൺഫിഡൻസ്, നമ്മളെ ജനങ്ങളെ അംഗീകരിക്കുക. ഫീലിംഗ് ഓഫ് പേഴ്സണൽ വർത്ത്, ഫീലിംഗ് ഓഫ് ബീയിങ് യുണീക്ക് ആൻഡ് റെക്കഗ്നിഷൻ. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദീസ് നീഡ്സ് പ്രൊഡ്യൂസസ് ഫീലിംഗ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, പ്രസ്റ്റീജ്, പവർ ആൻഡ് കൺട്രോൾ. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുക, മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ എസ്റ്റീം നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്സ്. സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് ദ നീഡ് ടു മാക്സിമൈസ് വൺ പൊട്ടൻഷ്യൽ. ഒരാളുടെ പരമാവധി സാധ്യതകളെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കയറിപ്പോവാനില്ല. ഒരാളുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് എ നീഡ് ടു ഫുൾഫിൽ വാട്ട് എ പേഴ്സൺ കൺസിഡേഴ്സ് ടു ബി ഹിസ് റിയൽ മിഷൻ ഇൻ ലൈഫ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻഡിവിജ്വൽ ടു റിയലൈസ് വൺസ് പൊട്ടൻഷ്യാലിറ്റി ടു ദി മാക്സിമം. നമ്മൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാവാറില്ല. എത്ര വെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ അയാളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ എയിം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അത് രക്ഷിച്ചു, ആ ഒരു മിഷൻ അവസാനിച്ചു എന്ന് വേണം അവിടെ കരുതാൻ. അപ്പോൾ അങ്ങനെ ഒരു മിഷൻ അവസാനിച്ചതോടുകൂടി ആ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നേടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആ ഗാന്ധിജി ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ മോക്ഷം കിട്ടുക എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, ഏതെങ്കിലും തരത്തിലേക്കുള്ള, അതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ലീഡർഷിപ്പ്. നമ്മൾ ഡയറക്ഷൻ്റെ എലിമെൻറ്റ്സ് ആണ് ഇതൊക്കെ. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാലൊക്കെ ഇതിൻ്റെ ഡയറക്ഷൻ്റെ എലിമെൻറ്റ്സ് ആണ്. എ ലീഡർ ഈസ് സം വൺ ഹൂ ഹാസ് ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് എ കമ്പല്ലിംഗ് വിഷൻ ദാറ്റ് ടേക്സ് പീപ്പിൾ ടു എ ന്യൂ പ്ലേസ് ആൻഡ് ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് വിഷൻ ഇൻ ടു ആക്ഷൻ. ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റിയുള്ള, കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, ആളായിരിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു നേതൃപാടവമുള്ള ആളാണ് ലീഡർ എന്ന് പറഞ്ഞാൽ. ആ ഒരു കഴിവിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക. ലീഡേഴ്സ് ഡ്രോ അതർ പീപ്പിൾ ടു ദം ബൈ എൻറോളിംഗ് ദം ഇൻ ദെയർ വിഷൻ. വാട്ട് എ ലീഡർ ഡസ് ഇൻസ്പയർ പീപ്പിൾ ആൻഡ് എംപവർ ദം. Thus, a leader is a person who has a vision, a drive and a commitment to achieve that vision and the skills to make it happen. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി ഓൺ ദി പാർട്ട് ഓഫ് ദി മാനേജേഴ്സ്. മാനേജേഴ്സിൻ്റെ അടുത്തുള്ള ഒരു ആക്ടിവിറ്റിയാണ്, മാനേജേഴ്സ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ടു ഗെറ്റ് സംതിങ് ഡൺ ബൈ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള
ഒരു കഴിവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ദി വേർഡ്സ് ഓഫ് കൂൺസ് ആൻഡ് ഓഡൊണൽ, ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാനേജർ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജറുടെ എബിലിറ്റിയാണ്. ടു ഇൻഡ്യൂസ് സബോർഡിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ. ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ, വളരെ കോൺഫിഡൻസോട് കൂടി എംപ്ലോയീസിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു മാനേജറുടെ കഴിവിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക. ലീഡർഷിപ്പ് റെഫേഴ്സ് ടു ദ ക്വാളിറ്റി ഓഫ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ വെയർ ബൈ ദേ ഗൈഡ് പീപ്പിൾ ഓൺ ദെയർ ആക്ടിവിറ്റീസ് ഇൻ ഓർഗനൈസ്ഡ് എഫേർട്ട്. ഇനി ഒരു ലീഡർക്ക് ആവശ്യമായിട്ടുള്ള ലീഡറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കുക. ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കി പോവുക. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ലീഡർ. ലീഡറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുക്കാനുള്ള കഴിവാണ് ഒരു ലീഡർക്ക് വേണ്ട ആദ്യത്തെ കഴിവ് എന്ന് പറഞ്ഞാൽ. ലീഡർ ഇനീഷ്യേറ്റ്സ് ഓൾ ദി മെഷേഴ്സ് which are necessary for the purpose of ensuring the health and progress of the undertaking in a competitive economy. He identifies group goals. ഗ്രൂപ്പ് ഗോൾസ്, അയാൾ ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും, എ ഗ്രൂപ്പ് ഓഫ് സബോർഡിനേറ്റ്സ്. അവരുടെ ഒരു ഗ്രൂപ്പ് ഗോൾ എന്താണെന്നുള്ളത് ഈ ലീഡർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. ഹി റെപ്രസെൻറ്റ്സ് ദ ഓർഗനൈസേഷൻ. അയാൾ ആ ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലീഡർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലാതെ ആ ഒരു വ്യക്തിയെ അല്ല. അല്ലെങ്കിൽ ആ ലീഡർ എന്നുള്ളത് ആ ഒരു പൊസിഷൻ ഉണ്ടാവുന്നത് ആ സ്ഥാപനം അവിടെ ഉള്ളത് കൊണ്ടാണ്. ലീഡർ ആക്ട് ആസ് ആൻ ആർബിട്രേറ്ററാണ്. ഒരു തർക്കവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ലീഡറുടെ ജോലി. മറ്റൊന്ന് ടു അസൈൻ റീസൺ ഫോർ ഹിസ് ആക്ഷൻ. മറ്റൊന്ന് ടു ഇൻ്റർപ്രറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. മറ്റൊന്ന് ടു ഗൈഡ് ആൻഡ് ഡയറക്റ്റ് ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ടു എൻകറേജ് ടീം വർക്ക്. നെക്സ്റ്റ് ഹീ മാനേജസ് ദി ഓർഗനൈസേഷൻ. ഇനി ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. ലീഡർഷിപ്പ് സ്റ്റൈല് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ലീഡർഷിപ്പുകൾ ഉണ്ടാവുന്നത് എന്നുള്ള. ദ ടേം ലീഡർഷിപ്പ് സ്റ്റൈൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ലീഡേഴ്സ് ബിഹേവിയർ. ലീഡേഴ്സിൻ്റെ ബിഹേവിയറാണ്, അവിടെ ഒരു ക്യാരക്ടറാണ്. ടുവേർഡ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഇടയിലെടുക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിനോടുള്ള മനോഭാവമാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പാറ്റേൺ ഓഫ് ബിഹേവിയർ വിച്ച് എ ലീഡർ അഡോപ്റ്റ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് ഹിസ് സബോർഡിനേറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷണൽ കോൺസെപ്റ്റ്. ഒരു സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ ഏത് പാറ്റേൺ അല്ലെങ്കിൽ ഏത് ബിഹേവിയറാണോ അയാൾ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുക. ഫസ്റ്റ് വണ്ണാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ലീഡർ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. ഈ സബോർഡിനേറ്റ്സിൻ്റെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സജഷൻസും കേൾക്കാതെ ഒരു ഹിറ്റ്ലർ ടൈപ്പായിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയാം. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഈസ് ആൾസോ നോൺ ആസ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്നും ഡിറക്റ്റീവ് ലീഡർഷിപ്പ് എന്നും ലീഡർ സെൻറ്റേർഡ് ഓർ മോണോത്തറ്റിക് സ്റ്റൈൽ എന്നൊക്കെ പറയാറുണ്ട്. അണ്ടർ ദിസ് സ്റ്റൈൽ ലീഡർ കോൺസെൻട്രേറ്റ്സ് ഓൾ അതോറിറ്റി ഇൻ ഹിംസെൽഫ്. ആ ഓട്ടോക്രാറ്റിക് ലീഡറെ സംബന്ധിച്ചിടത്തോളം അയാളിൽ മാത്രം അധികാരങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുക. ഇൻസ്ട്രക്റ്റ് എ സബോർഡിനേറ്റ്സ് ആസ് ടു വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു. സെക്കൻഡ് വണ്ണാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. ദിസ് സ്റ്റൈൽ ഈസ് ഓൾസോ നോൺ ആസ് ഡെമോക്രാറ്റിക്, കൺസൾട്ടേറ്റീവ്, ഗ്രൂപ്പ് കൺസേൺഡ് ഓർ ഐഡിയോഗ്രാഫിക് സ്റ്റൈൽ എന്നൊക്കെ പറയും. അത് ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും കൂടി എംപ്ലോയീസിൻ്റെയും കൂടി നിർദ്ദേശം അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെയും കൂടി സജഷൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അവരെയും കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈസേഴ്സ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളും താഴേക്കിടയിലേക്ക് സബോർഡിനേറ്റ്സിന് വിട്ടുകൊടുക്കുന്നു. സബോർഡിനേറ്റ്സ് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ലൈസേഴ്സ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്ന് പറയുക.
Under this style of leadership, the leader largely depends upon the group and its members to establish their own goals and make their own decisions. സബോർഡിനേറ്റ്സ് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നു, അവരാണ് കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിന് ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ ലൈസേഴ്സ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയാം. ഇനി ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ, എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ. ഒരു സക്സസ്ഫുൾ ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹൈറ്റ് വേണം. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, അപ്പിയറൻസ് ഇതൊക്കെ വേണം. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വേണം, ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം, ഹ്യൂമൻ റിലേഷൻ വേണം, എമ്പതി വേണം, ഒബ്ജക്റ്റിവിറ്റി വേണം, മോട്ടിവേറ്റിംഗ് സ്കില്ല് വേണം, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ല് വേണം, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വേണം, സോഷ്യൽ സ്കില്ലൊക്കെ വേണം. തിയറീസൊക്കെ ലീഡർഷിപ്പ് തിയറീസൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഏരിയ കമ്മ്യൂണിക്കേഷൻ. ഒക്കെ വായിച്ച് പോകേണ്ടതുണ്ട്. നെക്സ്റ്റാണ് ഡയറക്ഷൻ്റെ മറ്റൊരു എലിമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻഫർമേഷൻ, ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എക്സ്ചേഞ്ചസ് വിത്തിൻ 2 or more പേഴ്സൺസ്. നമ്മുടെ ഐഡിയാസും അതുപോലെ തന്നെ ഇൻഫർമേഷനും തോട്ട്സും ചിന്തകളും ഫീലിങ്സും ഒക്കെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കൺവേയിങ് സം മെസ്സേജ് ടു അതർ പേഴ്സൺ. ദ പേഴ്സൺ ഹൂ ഈസ് സെൻഡിങ് മെസ്സേജ് റെഫേർഡ് ടു ആസ് സെൻഡർ. ആരാണോ ഒരു ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നത് അയാളെ സെൻഡർ എന്നും, വൈൽ ദ പേഴ്സൺ ഹൂ ഈസ് റിസീവിങ് ദി ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് റിസീവർ എന്നും പറയാറുണ്ട്. അത് സ്വീകരിക്കുന്ന ആളെ റിസീവർ എന്നും പറയാറുണ്ട്. ഇനി പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും. വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് മെസ്സേജസ് ഈസ് ട്രാൻസ്മിറ്റഡ് വെർബലി ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. വെർബലി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർഡ്സിലൂടെ, മൗത്തിലൂടെയോ പീസ് ഓഫ് റൈറ്റിങ്ങിലൂടെയോ ഒക്കെ ആവാം. വെൻ വി ടോക്സ് ടു അതേഴ്സ് വി അസ്യൂം ദാറ്റ് others understand what we are saying because we know what we are saying. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ വേർഡ്സ് മൗത്തിലൂടെയോ അല്ലെങ്കിൽ പീസ് ഓഫ് റൈറ്റിങ്ങിലൂടെയോ ഒക്കെ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാറുണ്ട്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഫോംസ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. ഇതിനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നും 2 കാറ്റഗറൈസ് ചെയ്യാറുണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷനെ. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഫോംഡ് ഓറലി ലൈക്ക് സ്പോക്കൺ ഓഫ് വേർഡ്സ്. നമ്മൾ പറയുന്നു, സംസാരിക്കും. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച്, ടെലിഫോണിക് കോൺഫറൻസേഷൻ, വീഡിയോ, റേഡിയോ, ടെലിവിഷൻ. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത്, ടെലിഫോണിലൂടെ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നത്, ടെലിഫോണിക് കോൺവെർസേഷൻ, അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ്, റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ സ്പോക്കൺ വേർഡ്സിലൂടെ വരുന്നതാണ്. അതിനെയാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പിച്ച്, വോളിയം, സ്പീഡ് ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീക്കിംഗ്. ഇതിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ രണ്ടാമത്തെ ഒന്നാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. Written communication has great significance in today's business world. It is an innovative activity of the mind. Effective written communication is essential for preparing worthy promotional materials for business environment. Speech came before writing, but writing is more unique and formal than speech. Effective writing involves careful choice of words, their organization in correct order and sequence, formation as well as cohesive composition of sentences. അതായത് എഴുതി തയ്യാറാക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എഴുതിയിട്ട് ലെറ്ററുകളൊക്കെ ആയിട്ട് അയക്കുന്ന, മെയിലുകളായിട്ടൊക്കെ അയക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക.
ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സെൻഡിങ് ഓർ റിസീവിങ് ഓഫ് വേർഡ്ലെസ് മെസ്സേജ്. വേർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ വേർഡ് ഉപയോഗിക്കാതെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വി ക്യാൻ സേ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ അതർ ദാൻ ഓറൽ ആൻഡ് റിട്ടൺ സച്ച് ആസ് ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, പോസ്റ്റേഴ്സ്, ടോണ്, വോയിസ് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ ആവാം ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ കമ്മ്യൂണിക്കേഷനെ തന്നെ നമ്മൾ മറ്റ് തരത്തിലേക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ആ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിനകത്ത് നിന്നും അവർ ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയുക. ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ certain rules, conventions and principles are followed while communicating message. ആ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ആ ഓർഗനൈസേഷൻ്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, ചില കൺവെൻഷൻസ് ഉണ്ടായിരിക്കും, ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒക്യൂസ് ഇൻ ഫോർമൽ ആൻഡ് ഒഫീഷ്യൽ സ്റ്റൈൽ. ഒഫീഷ്യൽ സ്റ്റൈലിലാണ് ലെറ്റർ രൂപത്തിലേക്കോ മെയിൽ രൂപത്തിലേക്കോ ഒക്കെ ആയിരിക്കും ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. യൂഷ്വലി പ്രൊഫഷണൽ സെറ്റിങ്സ്, കോർപ്പറേറ്റ് മീറ്റിംഗ്സ്, കോൺഫറൻസ് അണ്ടർഗോസ് ഇൻ ഫോർമൽ പാറ്റേൺ. ഈ കോൺഫറൻസുകളും മറ്റുമൊക്കെ ഫോർമൽ പൊസിഷനിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡൺ യൂസിങ് ചാനൽസ് ദാറ്റ് ആർ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനലിനകത്ത് തന്നെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇറ്റ്സ് ജസ്റ്റ് എ കാഷ്വൽ ടോക്കാണ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സൊസൈറ്റൽ അഫിലിയേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഫേസ് ടു ഫേസ് ഡിസ്കഷൻ. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പരസ്പരം സംസാരിക്കുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇറ്റ് ഹാപ്പൻസ് എമംഗ് ദി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നും അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നും വേറെ രണ്ട് കാറ്റഗറിയാണ്. കമ്മ്യൂണിക്കേഷൻ വിച്ച് ഫ്ലോസ് ഫ്രം ദി സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ് ഈസ് റെഫേർഡ് ടു ആസ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അത് സർക്കുലറായിട്ടോ അല്ലെങ്കിൽ ഓർഡറായിട്ടോ ഒക്കെ ആയിരിക്കും ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ വരിക. മുകൾ തട്ടിൽ നിന്നും താഴെ തട്ടിലേക്കുള്ള ചില ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഫ്ലോസ് ഫ്രം ദി സബോർഡിനേറ്റ് പൊസിഷൻ ടു സുപ്പീരിയർ പൊസിഷൻ. സബോർഡിനേറ്റ് പൊസിഷനിൽ നിന്നും സുപ്പീരിയർ പൊസിഷനിലേക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അത് റിപ്പോർട്ടുകളായിട്ടും അതുപോലെ തന്നെ ഒപ്പീനിയൻസ് ആയിട്ടും ഐഡിയാസ് ആയിട്ടും സജഷൻസ് ആയിട്ടും കംപ്ലയിൻസ് ആയിട്ടും ഗ്രീവൻസസ് ആയിട്ടൊക്കെ ആയിരിക്കും ഈ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇനി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് വെർബൽ ആൻഡ് നോൺ വെർബൽ മെസ്സേജ്. വെർബൽ മെസ്സേജും നോൺ വെർബൽ മെസ്സേജും എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് സെൻഡറാണ്. സെൻഡർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്ന ആരാണോ ഒരു മെസ്സേജ് അയക്കുന്നത് അയാളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുക. സെൻഡർ ഓർ എൻകോഡർ ഈസ് എ പേഴ്സൺ ഹൂ സെൻഡ്സ് മെസ്സേജ് അയക്കുന്ന ആളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുക. ആ സെൻഡർ വേർഡ്സിലൂടെയോ ഗ്രാഫിക്സിലൂടെയോ വിഷ്വൽ ആർട്സിലൂടെയോ വിഷ്വൽ എയ്ഡ്സിലൂടെയോ ഒക്കെ ആവാം ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. പിന്നെ അടുത്തതൊരു മെസ്സേജാണ്. ഇതിനൊക്കെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു റൗണ്ടിൽ സെൻഡർ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ എന്താണോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കണ്ടൻറ്റിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുക. മെസ്സേജ് ഈസ് എ കീ ഐഡിയ ദാറ്റ് ദി സെൻഡർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. സെൻഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഘടകത്തെയാണ്, ആ ഒരു മെസ്സേജിനെയാണ്, ആ ഒരു കണ്ടൻറ്റിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയാം. നെക്സ്റ്റ് മീഡിയം ഈസ് മീൻസ് യൂസ്ഡ് ടു എക്സ്ചേഞ്ച് ഓർ ട്രാൻസ്മിറ്റ് ദി മെസ്സേജ്. നമ്മൾ ഏത് മീഡിയത്തിലൂടെയാണ്, ഏത് ചാനൽ വഴിയാണ് ഇത് മെസ്സേജ് ചെയ്യപ്പെടുന്നത്?
നമ്മൾ ഒരു പക്ഷേ മെയിൽ വഴിയായിരിക്കാം നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ടെലിഫോൺ വഴിയായിരിക്കാം മെസ്സേജ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പോസ്റ്റൽ വഴിയായിരിക്കാം മെസ്സേജ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ആവാം. ആ ഒരു മീഡിയം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചോയ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ മേക്കിംഗ് ദ മെസ്സേജ് എഫക്റ്റീവ് ആൻഡ് കറക്റ്റ്ലി ഇൻ്റർപ്രറ്റഡ് ബൈ ദി റെസിപ്പിയൻറ്റ്. അവിടെ ആ മെസ്സേജ് അയക്കാനുള്ള മീഡിയം ആ ഒരു മെസ്സേജിൻ്റെ കണ്ടൻറ്റിനനുസരിച്ചും ആ ഒരു സെൻഡറുടെയും റിസീവറുടെയും സ്വഭാവത്തിനനുസരിച്ചുമാണ് ആ ഒരു മീഡിയം നമ്മൾ സെലക്ട് ചെയ്ത് വിടേണ്ടത്. നെക്സ്റ്റ് റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ ഡീകോഡർ എന്ന് പറയും. അയാൾ ഒരു പേഴ്സണാണ് ഫോർ ഹും ദ മെസ്സേജ് ഈസ് ഇൻറ്റൻഡഡ്. ആർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾ ആരാണോ, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു മെസ്സേജ് അയക്കുന്ന അയാളെ നമ്മൾ റെസിപ്പിയൻ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഫീഡ്ബാക്ക് ഈസ് ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആസ് ഇറ്റ് പെർമിറ്റ്സ് ദ സെൻഡർ ടു അനലൈസ് ദി എഫിക്കസി ഓഫ് ദി മെസ്സേജ്. ഇറ്റ് ഹെൽപ്സ് ദ സെൻഡർ ഇൻ കൺഫേമിംഗ് ദ കറക്റ്റ് ഇൻ്റർപ്രട്ടേഷൻ ഓഫ് ബോഡി മെസ്സേജ് ബൈ എ ഡീകോഡർ. അവിടെ നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് പരിശോധിക്കുകയാണ്. ഇനി ചില കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ വരുന്ന ചില തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. മോസ്റ്റ് കോമൺ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ചില തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ദിസ് ഹാസ് ടു ഡു വിത്ത് പുവർ ഓർ ഔട്ട്ഡേറ്റഡ് എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഡ്യൂറിങ് കമ്മ്യൂണിക്കേഷൻസ്. നമ്മൾ ചില സമയത്തൊക്കെ കാണാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു സെറ്റിങ്സ് നല്ലതല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രസംഗിക്കുന്ന ആൾ പറയുന്ന അതേ അർത്ഥത്തിൽ നമ്മൾക്കത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതൊരു ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, പുവർ ലിസണിങ്, ടെമ്പറേച്ചേഴ്സ്, ഇതൊക്കെ ഹോട്ട് കോൾഡ് ഒക്കെ ഉണ്ടാവും. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഫാനോ മറ്റു തരത്തിലുള്ള ലൈറ്റിങ്ങോ ഒന്നുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസത്തോടു കൂടിയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ സാഹചര്യങ്ങളൊന്നുമല്ല ഇന്ന് ഫാനുണ്ട്, മറ്റു തരത്തിലുള്ള എയർ സർക്കുലേഷനുള്ള ക്ലാസ് റൂമുകളായിരിക്കും. അപ്പോൾ അതൊക്കെ ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് അവിടെ ഒരു സ്പീച്ച് നടക്കുന്നതെങ്കിൽ അത് കേൾക്കാനും അത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പ്രയാസം ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്സ്. ഇമോഷൻസ് ലൈക്ക് ആങ്കർ ഓർ സാഡ്നെസ് ക്യാൻ ട്രെയിൻഡ് ഒബ്ജക്റ്റിവിറ്റി. ആൾസോ ബീയിങ് എക്സ്ട്രീംലി നെർവസ്, ഹാവിങ് പേഴ്സണൽ അജണ്ട. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമയം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് വേറൊരാൾ പറയുന്നത് ഒരു പക്ഷേ നമ്മൾ കേൾക്കില്ല, അത് മനസ്സിലാക്കില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ് ആറ്റിറ്റ്യൂഡ്. മറ്റൊന്ന് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് മറ്റൊരാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. സെൻഡർ മെസ്സേജ് വിടുന്ന സമയത്ത് ആ റിസീവർക്കും കൂടി മനസ്സിലാക്കാവുന്ന ലാംഗ്വേജിലായിരിക്കണം ഇത് വിടേണ്ടത്. ആ ലാംഗ്വേജിലല്ലെങ്കിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്ലാങ്ങുകൾ വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്ത് ഒരുപാട് ഭാഷകളും പ്രയോഗങ്ങളും ഒക്കെ കാണാറുണ്ട്. ചില സ്ലാങ്ങുകളൊക്കെ കാണാറുണ്ട്. ചില സ്ഥലത്തുള്ള ഭാഷകൾ, ഇപ്പോൾ കാസർഗോഡുള്ള ഭാഷകൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഭാഷകൾ ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഭാഷകൾ എറണാകുളത്ത് മനസ്സിലാവില്ല. മലബാർ ഏരിയയിൽ ഉപയോഗിക്കുന്ന വാക്കുകളും ഫ്രേസുകളും പ്രയോഗങ്ങളൊന്നും ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ലാംഗ്വേജ് പ്രോബ്ലംസ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, നമുക്ക് ഇൽ ഹെൽത്ത്, പുവർ ഐസൈറ്റ് ഓർ ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ്, പെയിന്, ഇതൊക്കെയുള്ള സമയത്ത് നമുക്കൊരു പനിയോ മറ്റോ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അസുഖം നമുക്ക് വരുന്നു. അസുഖമുള്ള സമയത്ത് നമ്മൾ സ്കൂളുകളിലോ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുള്ളി അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ പുവർ ഐസൈറ്റ്, അല്ലെങ്കിൽ ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ്, പെയിന്, ബോഡി പെയിന്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ ഇവിടെ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന് പ്രോബ്ലംസ് വിത്ത് സ്ട്രക്ചർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. കമ്പനീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ഹാവ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആർ നോട്ട് ക്ലിയർ വിച്ച് ക്യാൻ മേക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട്. ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്ലിയർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. പിന്നെ കൾച്ചറൽ നോയ്സ്.
മേക്ക് സ്റ്റീരിയോടിപ്പിക്കൽ അസംഷൻസ് അബൌട്ട് അതേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ചില ആളുകളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. ലാക്ക് ഓഫ് കോമൺ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ആംബിഗ്വിറ്റി ആൻഡ് അബ്സ്ട്രാക്ഷൻ ഓവർ യൂസ്, ഇൻഫർമേഷൻ ഓവർലോഡ്, അസംഷൻസ് ആൻഡ് ജമ്പിങ് ടു കൺക്ലൂഷൻസ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ ഇൻ്റർഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആസ് യൂണിഫൈഡ് ആക്ഷൻ ടുവേർഡ്സ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രീഡിറ്റർമൈൻഡ് കോമൺ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനകത്തുള്ള ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഡിഫറൻറ്റ് യൂണിറ്റുകളെയും ഏകോപിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങളിലായിരിക്കും. അപ്പോൾ ആ സ്ഥാപനത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനത്തിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കിട്ടണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഫണ്ട് വരണം. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ റോ മെറ്റീരിയൽ എത്തുകയുള്ളൂ. ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു റോ മെറ്റീരിയൽസ് പോയെങ്കിൽ മാത്രമാണ് അവർക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിക്കൊണ്ട് മറ്റുള്ള സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അത് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യൂണിറ്റുകളെയും കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, ടു കോർഡിനേറ്റ് ഈസ് ടു ഹാർമണൈസ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് എ കൺസേൺ സോ ആസ് ടു ഫെസിലിറ്റേറ്റ്സ് ഇറ്റ്സ് വർക്കിംഗ് ആൻഡ് ഇറ്റ്സ് സക്സസ്. ഇൻ എ വെൽ കോർഡിനേറ്റഡ് എൻ്റർപ്രൈസ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻസ് work in harmony with other and is fully informed of its role in the organization. എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടേതായിട്ടുള്ള റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കോർഡിനേഷൻ്റെ ചില ഫീച്ചേഴ്സ് നോക്കുക. ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ഒന്നുമല്ല, പകരം ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യൂണിറ്റുകളെയും ഡിവിഷൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. ഇറ്റ് ഈസ് നെസസറി ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ലെവൽസും, ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഒക്കെ ഈ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക് പ്രോസസ്സ്. ഇതൊരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ്. മറ്റൊന്ന്, ഗ്രൂപ്പ് എഫേർട്സ് ആർ മോർ റിലവൻറ്റ് ദാൻ ഇൻഡിവിജ്വൽ എഫേർട്ട്. യൂണിറ്റി ഓഫ് ആക്ഷൻ ഈസ് ദ ഹെർട്ട് ഓഫ് ദി കോർഡിനേഷൻ. ഇറ്റ് ഈസ് എ സിസ്റ്റം കൺസെപ്റ്റ്. കോർഡിനേഷൻ്റെ ചില ടൈപ്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് പോകാവുന്നതാണ്. നെക്സ്റ്റ്, കൺട്രോളിങ്. എക്സാമിനേഷനിൽ എസ്സേ ആയിട്ടൊക്കെ വരാറുള്ള ഒരു ഏരിയയാണ് കൺട്രോളിങ് എന്ന് പറയാം. The control function is closely related with all other functions of management. The management control is the process of ensuring that actual plan implementation matches with the original plan. Actual plan implementation match with the original plan എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടിയ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ. ഈ കൺട്രോളിങ്ങിൽ വരുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിനെ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുക. എന്നിട്ട് അതിലെന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമല്ല ഇവിടെ സംഭവിച്ചതെങ്കിൽ എന്താണ് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് എവിടെയാണോ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് അടുത്ത തവണ ഇല്ലാതിരിക്കാനുള്ള ചില റെമഡിയൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുക. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ, കൺട്രോളിംഗ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് എഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദ കറക്ഷൻ ഓഫ് ഡീവിയേഷൻ ടു അഷ്യൂർ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അക്കോർഡിംഗ് ടു പ്ലാൻ. നമ്മുടെ സ്റ്റാൻഡേർഡ്സും ആക്ച്വലും, ഇറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് എന്നാണ് പറയുക. ഇതിൻ്റെ സ്റ്റെപ്സാണ്, കൺട്രോൾ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കൺട്രോൾ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്.
കൺട്രോൾ പ്രോസസ്സ് നടത്തുന്നത് എസ്റ്റാബ്ലിഷിങ് ഫസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സാണ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. എസ്റ്റാബ്ലിഷിങ് സ്റ്റാൻഡേർഡ്സ്, ആദ്യം തന്നെ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കുന്നു. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം ഒരു ഹോം അപ്ലയൻസ് സ്ഥാപനമാണെന്ന് കരുതുക എങ്കിൽ ഒരു LGയുടെ സ്ഥാപനം, ഈ LGയുടെ സ്ഥാപനം പറയുകയാണ് നമുക്ക് ഈ ഒരു വർഷം 500 TV മാനുഫാക്ചർ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. ആ സ്റ്റാൻഡേർഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷിങ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇംപ്ലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് envisaged under the planning process are stated in clear. ഇത് പ്ലാനിംഗ് പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് പറയും. പ്ലാനിംഗ് പ്രോസസ്സ് നടക്കുന്നത് ആ ഒരു അക്കാഡമിക് ഇയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇയറിൻ്റെ അല്ലെങ്കിൽ ജാനുവരി ആണെങ്കിൽ ജാനുവരി 1 അല്ലെങ്കിൽ ഏപ്രിൽ 1 ആണെങ്കിൽ ഏപ്രിൽ 1 ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലാണ് ഈ പ്ലാനിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഈ പ്ലാനിങ്ങിൽ വളരെ കൃത്യമായിട്ട് പറയും 500 TV നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ആ 500 TV ഉണ്ടാക്കണമെന്നുള്ള തീരുമാനം നടക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ടൈമിലാണ്. അതിനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. മറ്റൊന്നാണ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യാണ്. നമ്മൾ ഡിസംബർ 31 അല്ലെങ്കിൽ മാർച്ച് 31 ഈ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര TV ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യാണ്, മെഷർ ചെയ്യുന്നു. അപ്പോൾ 500 TV ആണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത്, 450 TV ആണ് നമ്മൾ ഉണ്ടാക്കിയത് എന്ന് കരുതുക. അപ്പോൾ അതാണ് ഒരു മെഷർമെൻറ്റ്. രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്തു. ദെൻ കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും നമ്മൾ കമ്പയർ ചെയ്യാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് 450 TV ഉണ്ടാക്കാനാണ്. പക്ഷേ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചത് 500 TV ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പാരിസണ് വിധേയമാക്കിയപ്പോൾ 50 TVയുടെ കുറവ് സംഭവിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താണ്? ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇനി അടുത്ത തവണ ഈ ഒരു പ്രശ്നം ഇപ്പോൾ 50 TVയുടെ കുറവാണ് അവിടെ വന്നത്. ഈ 50 TV നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഒരുപക്ഷെ പിന്നെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസുള്ള എംപ്ലോയീസ് പിരിഞ്ഞു പോയതാവാം, അല്ലെങ്കിൽ എംപ്ലോയീസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാവാം, സ്ട്രൈക്ക് ആവാം, ലോക്കൗട്ട്സ് ആവാം, അല്ലെങ്കിൽ പവർ കണക്ഷൻ്റെ ഫെയിലിയർ ആവാം. ഒക്കെ പല കാരണങ്ങൾ കൊണ്ടും ഒരുപക്ഷെ അല്ലെങ്കിൽ ചില പ്രോഡക്റ്റുകൾക്ക് മാർക്കറ്റില്ലാത്ത അവസ്ഥയാവാം. ഈ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അടുത്ത തവണ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദി സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്സ്. അപ്പോൾ അതാണ് കൺട്രോളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.